ഇന്ന് സാൽമൺ വെച്ചാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളായ സാൽമൺ, കരിമീൻ, ആവോലി, നെയ്മീൻ ഇതൊക്കെ ഫിഷ് മോളി ഉണ്ടാക്കാൻ പറ്റിയ മീനുകളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സാൽമൺ കഴുകിയെടുക്കാം. ഈ മീൻ നല്ലോണക്ക് നെയ്യുള്ള മീനായതുകൊണ്ട് തന്നെ ഉളുമ്പ് മണവും നല്ലോണക്കുണ്ട്. അത് മാറാനായി കുറച്ച് വിനാഗിരി, ഉപ്പും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീനിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് കഴുകിയെടുക്കാം. അധികം നേരം വെക്കണ്ട, കുറച്ച് നേരം മാത്രം വെച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ കഴുകി വാരിയെടുക്കണം. ഇപ്പം മീനെല്ലാം കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഇതിന്ന് കുറച്ച് മീനെടുത്ത് ഫിഷ് മോളി ഉണ്ടാക്കാം. അതിനായി 1/4 കിലോ മീനെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്ത് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല പിടിക്കാനായി 10-15 മിനിറ്റ് മാറ്റി വെക്കാം. 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അതിനായി ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 4 പച്ചമുളക് നടുകെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് തക്കാളിയാണ്. ഈ തക്കാളി ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി കട്ടി കുറയ്ക്കാതെ കുറച്ച് കട്ടിയോട് കൂടി തന്നെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള ഇഞ്ചി ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി മീൻ വറുത്തെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീൻ അധികം മൂപ്പിക്കുകയൊന്നും വേണ്ട. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മറ്റേ സൈഡ് അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. മീൻ അധികം മൂത്ത് കഴിഞ്ഞാൽ ഫിഷ് മോളിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. മീൻ സോഫ്റ്റും ജ്യൂസി ടൈപ്പും ആയിരിക്കണം. ഇപ്പം മീനിന്റെ ഒരു സൈഡ് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളാണ് ഫിഷ് മോളി ഉണ്ടാക്കാൻ നല്ലത്. ആവോലി, കരിമീൻ, നെയ്മീൻ, സാൽമൺ ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളാണ്. ഇങ്ങനെയുള്ള മീനുകൾ ഫിഷ് മോളിക്ക് പറ്റിയതാ. ഇപ്പം മീനെല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ വറുത്തൂരി ഈ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 ഏലയ്ക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചൂടെ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഒരു നുള്ളു ഉലുവയും കൂടെ ഇടാം. ഇനി ഇതൊന്ന് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും, ഇതിൽ നിന്ന് കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളക് നടുകെ കീറിയതൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവസാനം ചേർക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. മൂത്തൊന്നും പോകണ്ട, ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇഞ്ചിയും പച്ചമുളകും വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്തതൂടെ ചേർക്കാം. ഇതിന്റെ കൂടെ ക്യാപ്സിക്കത്തിന്റെ ഒരു ചെറിയ കഷ്ണം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. സവോളയ്ക്ക് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ 5-6 ചെറിയുള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഹോട്ടലിലൊക്കെ കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടിയും കൂടി ഈ സമയം ചേർക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിനെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കാം. ഞാനിത് തേങ്ങാപ്പാലിന് പകരം കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിനായി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. 200 ml ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 വലിയ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ കറി ചേർക്കാനായിട്ട് അധികം തിക്കായിട്ടുള്ള പാല് വേണ്ട. ഇപ്പം ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് തേങ്ങ പിഴിഞ്ഞ പാലെടുക്കുന്നതെങ്കിൽ 3 മുറി തേങ്ങ തിരുമ്മി അതിന്റെ 2-ാം പാലും 3-ാം പാലുമാണ് ഈ സമയം ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുമ്പം വെള്ളം അധികം ആയിപ്പോകാതെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാവൂ. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാൽമൺ മീൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അവസാനം ചേർക്കാനുള്ള പാലൂടെ റെഡിയാക്കി വെക്കാം. അതിനായി 1/4 കപ്പ് വെള്ളം എടുക്കാം. കുറച്ച് വെള്ളം മതി. ചൂടുള്ള വെള്ളത്തിലോട്ട് വേണം കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് വലിയ 3 സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ആവശ്യം. അതുകൊണ്ട് 2 സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ മൊത്തം 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഇത് പെട്ടെന്ന് നന്നായിട്ട് മിക്സായി വരുന്നത്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള പാല് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്ത മീനായതുകൊണ്ട് അധികം വേവൊന്നുമില്ല. ഇതിപ്പം 10-12 മിനിറ്റ് ആയപ്പോഴേക്കും വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി ഇതിന് മുകളിലായി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തക്കാളി വെന്ത് അലിഞ്ഞു പോകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇപ്പം തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയുടെ 1/4 പാൽ ഈ സമയം ചേർക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് ചേർക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രുചി. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം അധികം നേരം ഇട്ട് തിളപ്പിക്കരുത്. സൈഡിലൂടെയൊക്കെ ചെറിയ തിള വന്നു കഴിഞ്ഞാൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യാം. കറി വാങ്ങുന്നതിന് മുമ്പ് 4 ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിന് മുകളിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഗ്രേവിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒരു തിള വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിന് മുകളിൽ വിതറി കൊടുക്കാം. ഈ ഇഞ്ചി ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്. പിന്നെ ഇതിന് മുകളിലോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും അരമുറി നാരങ്ങാ നീരോടെ ഒഴിച്ച് സെർവ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിലിട്ടിരിക്കുന്ന തക്കാളിയൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ മണവും രുചിയൊക്കെയുള്ള ഫിഷ് മോളി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, ഇടിയപ്പം, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായൊരു ഫിഷ് മോളിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു.